സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി. ശംശരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 48ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് 1-ാമത്തെ വാല്യത്തിലെ 34ാമത്തെ ഭാഗത്തിലെ അധ്യായത്തിൽ പറയുന്ന പൂജ്യരാജാക്കന്മാരുടെ ആ സന്ദർശനവും ആരാധനയും കുറിച്ചാണ്. ഈശോ ഇതിനെക്കുറിച്ച് പറയുന്നത്, മരിയവാൾത്താർത്തോയോട് പറയുന്നത്, ഇത് വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്ന് നീ അതിനെക്കുറിച്ച് പറയണം. കാരണം ഇത് ശ്രവിക്കുന്നവരും ആ വിശ്വാസത്തിൽ വളരുവാൻ അവരെല്ലാം സഹായിക്കും. കാരണം ആ പൂജ്യരാജാക്കന്മാർ അവർ ഇൻഡീസ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ധ്രുവരേഖയുടെ ആ ഭാഗത്ത് നിന്ന് വരുന്നവരാണ്, വളരെ വിദൂരത്തിൽ നിന്ന് വരുന്നവരാണ്. ആ 3 രാജാക്കന്മാരെ പ്രതിനിധീകരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും പേർഷ്യയും ടർക്കിയും രാജ്യങ്ങളാണ്. അവർ നക്ഷത്രം കാണുകയാണ്. ആ നക്ഷത്രം കാണുമ്പോൾ അവരതിനെക്കുറിച്ച് പഠിച്ചു. സാധാരണ നക്ഷത്രമല്ല, ആ നക്ഷത്രശാസ്ത്രത്തിൽ പറയുന്ന ഒന്നുമല്ല, പ്രത്യേകമായിട്ടുള്ള അതിനെക്കുറിച്ച് അവർ ആഴത്തിൽ പഠിക്കുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ പേര് മിശിഹ എന്ന് കണ്ടുപിടിക്കുകയും ആ നക്ഷത്രത്തിൻ്റെ ദൗത്യം രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള അടയാളം കാണിക്കലും, ഇത് രണ്ടും മാത്രം അവർക്ക് ഒരു അടിസ്ഥാനമായിട്ട് ഈ യാത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ ദേശത്തു നിന്ന് വരുന്നവർ, അവർക്ക് അവരെ വേണമെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ വലിയ അപകടങ്ങൾ, കള്ളന്മാരുടെ, അതുപോലെ രാജാക്കന്മാരുടെ എന്തെങ്കിലും രഹസ്യ ദൗത്യത്തിന് വന്നതാണോ, അങ്ങനെ എല്ലാവിധ അപകടങ്ങളും അവർ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അവർ യാത്രയാകുകയാണ്. അവർ യാത്രയായി 3 പേരും പരസ്പരം അറിയുന്നവരല്ല. അവർ യാത്രയായി ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേരുകയാണ്. അവിടെയും അത്ഭുതകരമായിട്ട് അവരുടെ ഭാഷകൾ പരസ്പരം മനസ്സിലാക്കുന്നത് പോലെ അവിടുന്ന് അവർ ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശം കണ്ട് തിരിക്കുകയാണ്. അവർ തിരിക്കുമ്പോൾ ബത്ലഹേം പട്ടണത്തിനോട് അടുത്ത് വരുന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് പ്രകാശം കാണുന്നില്ല. അവരപ്പോഴും ധരിക്കുന്നത് ഞങ്ങളുടെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ, അതിനെക്കുറിച്ചാണ് അവർ ധ്യാനിക്കുന്നത്. അവർ അപ്പോൾ അവരുടെ ജ്ഞാനം പറയുന്നതനുസരിച്ച് ഹെറോദോസിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ഹെറോദോസും ആ ജ്ഞാനികളെ വിളിച്ച് ആരായാണ്, എവിടെയാണ് രക്ഷകൻ പിറക്കുന്നത്? അങ്ങനെ അവർ കണ്ടെത്തി, ബത്ലഹേമിലെ ആപ്പിൾക്കൂട്ടിലെ രക്ഷകൻ പിറക്കുന്നു. അങ്ങനെ അവർ ആ ബത്ലഹേമിലേക്ക് യാത്ര പോവുകയാണ്. അവർ ബത്ലഹേം പട്ടണം കഴിയുമ്പോൾ അവിടുത്തെ ആ നക്ഷത്രത്തിൻ്റെ ശോഭ പിന്നെയും പ്രകാശിക്കുകയാണ്. അത് ഉണ്ണി ഇപ്പോൾ തൽക്കാലം വസിക്കുന്ന, മാതാപിതാക്കളുമായി വസിക്കുന്ന ആ വീട്ടിലേക്ക്, ആ ഭവനത്തിലേക്ക് എത്തിക്കുകയാണ്. അവിടെ ചെന്ന് അവരടുത്ത ഒരു സത്രത്തിലേക്ക് പോയി അവിടെ വിശ്രമത്തിലും പ്രാർത്ഥനയിലും ഒരു ദിവസം ചെലവാക്കിയതിന് ശേഷം അവരുണ്ണിയെ സന്ദർശിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഉണ്ണിക്ക് കൊടുക്കുവാൻ വേണ്ടി അവർ 3 കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. ഒന്ന്, ഒരു രാജാവിന് ചേർന്ന സ്വർണം നാണയങ്ങളായി. രണ്ടാമത്, ദൈവത്തിന് ചേർന്ന പൂജ അർപ്പിക്കുവാൻ വേണ്ടിയുള്ള സുഗന്ധദ്രവ്യം, ആ കുന്തിരിക്കം. മൂന്നാമത്,
ഒരു മനുഷ്യനെ അടക്കുമ്പോൾ വേണ്ട ആ മീറ, ഇങ്ങനെ 3 കാര്യങ്ങളും ദൈവവും രാജാവും മനുഷ്യനുമായ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി അവർ വരികയാണ്. ഇവിടെ ഈശോ എടുത്തു പറയുന്ന ഒരു ഗുണം ഈ 3 രാജാക്കന്മാരിലും പറയുന്നതുണ്ട്. അവർക്ക് നിർമ്മലമായ ഒരു മനസാക്ഷി ഉണ്ടായിരുന്നു. അത് പ്രാർത്ഥനയിലും ധ്യാനത്തിലും കൂടി അവരതിനെ ജ്വലിപ്പിച്ച് വളരെ നിർമ്മലമായിട്ട് തന്നെ സൂക്ഷിച്ചു. അതുകൊണ്ട് അവർക്ക് ആ നക്ഷത്രം കാണാൻ പറ്റി. അവരുടെ കാലത്ത് അനേകർ ജീവിച്ചിരുന്നെങ്കിലും അവർ മാത്രമേ ആ നക്ഷത്രം കണ്ടുള്ളൂ. കാരണം അവരുടെ നിർമ്മലമായ മനസ്സാക്ഷി, ദൈവത്താൽ നയിക്കപ്പെടുന്ന ആ മനസ്സാക്ഷി അതവരെ നയിച്ചുകൊണ്ടിരുന്നു. അതവരെ ഓരോ ചുവടുവയ്പ്പിലും, ഈ മനസ്സാക്ഷിയെക്കുറിച്ച് ഈശോ പറയുന്ന ഇതാണ്, അത് ചെറിയ പാപങ്ങൾ പോലും തിരിച്ചറിയുന്നതല്ല, മാത്രമല്ല പാപത്തിൻ്റെ പ്രവണതകൾ, ബലഹീനത പോലും തിരിച്ചറിയാനും പുണ്യത്തിലേക്ക് വളരുവാനും നന്മയിലേക്ക് വളരുവാനും നമ്മുടെ ആ ജീവിത ദൗത്യത്തിൻ്റെ പാത തിരിച്ചറിയുവാനുമെല്ലാം ഇതവർക്ക് സമർത്ഥമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടെ എത്തുകയും അവർ പരിശുദ്ധ കന്യാമറിയത്തോടും യോസഫിനോടും ചേർന്ന് ഉണ്ണിയെ കാണുമ്പോൾ അവർ ആരാധിക്കുകയാണ്. അവരൊന്നും മാനുഷികമായിട്ടുള്ള ഒന്നും അവരുടെ രാജ്യത്തിന് വേണ്ടിയോ അവരുടെ ദൗത്യത്തിന് വേണ്ടിയോ ഒന്നും ചോദിക്കുന്നില്ല. അവർ പറയുന്നത്, ഞങ്ങളെയും ഓർക്കണമേ, രക്ഷകന്റെ ആ രക്ഷാകര ദൗത്യത്തിലെ അനന്തതയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ഈ 2 പ്രാർത്ഥന മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് അത്യാഗ്രഹമില്ല, അവർക്ക് ആകുലതയും ഉത്കണ്ഠയുമില്ല. കാരണം നിർമ്മലമായ മനസ്സാക്ഷി അവർക്ക് ശക്തി നൽകുന്നുണ്ട്. ഇവിടെ ഈശോ എടുത്തു പറയുന്ന ആ തിരുകുടുംബത്തിലെ ജോസഫിനും മേരിക്കുമുള്ള ഗുണങ്ങളും അവിടെ പറയുന്നുണ്ട്. ജോസഫ് തൻ്റെ സ്ഥാനം, തൻ്റെ ആ പരിധി, ജോസഫിനറിയാം, ഒരു പരിപാലകൻ മാത്രമേ ഞാനാകുന്നുള്ളൂ, കർത്താവിൻ്റെ വളർത്തപ്പൻ. അപ്പോൾ സ്ഥാനം ഉണ്ണീശോയ്ക്കും മേരിക്കും തന്നെയാണ്. ജോസഫ് അവിടെ തനിക്ക് സ്ഥാനം കുറഞ്ഞല്ലോ എന്നോർത്ത് മാറി നിൽക്കുന്നില്ല. പക്ഷേ അവിടെ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് ആ പുരുഷത്വ മേധാവിത്വമൊന്നും ജോസഫ് ഉപയോഗിക്കുന്നുമില്ല. ആ തിരുകുടുംബത്തിനു വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ ഉള്ള ആ ദൗത്യം. കാരണം ജോസഫ് ആ രാജകുടുംബത്തിൽപ്പെട്ട, ആ ദാവീദ് രാജകുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. ദരിദ്രനാണെങ്കിലും ആ രാജാവിൻ്റെ ആ ഗുണങ്ങൾ ജോസഫിൽ പ്രകടമായിരുന്നു. ജോസഫ് നീതിമാനായിരുന്നു. എന്നിട്ട് തിരിച്ചും പറയുകയാണ്, നീതിമാൻ ജോസഫാണ്. ആ ജോസഫിന് രാജകീയ ദൗത്യം, രാജകീയ മഹത്വം ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ പരിശുദ്ധ കന്യാമറിയമാണ് ഉണ്ണീശോയെ കയ്യിലെടുത്ത് അവർക്ക് കൊടുക്കുന്നതും ഉണ്ണീശോയുടെ കൈകൊണ്ട് ആശീർവാദം അവർക്ക് കൊടുക്കുന്നതുമെല്ലാം. ഇതിൽ കൂടി നമുക്ക് നമ്മുടെ വിശ്വാസത്തെ, ആ പൂജ്യരാജാക്കന്മാർക്കുണ്ടായിരുന്ന ആ വിശ്വാസം പോലെ അവരുടെ രാജകീയമായിട്ടുള്ള ഒന്നിലുമല്ല, ദൈവത്തിൻ്റെ ദൗത്യത്തിൽ ആ ദൈവം നമ്മളെ ഒരു ഉപകരണമാക്കുന്നതിൽ, അതിലുള്ള ഒരു ജീവിതയാത്രയ്ക്ക് ആ വിശ്വാസത്തിൻ്റെ ആവശ്യകത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.